അടുത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാണ്. അപ്പോൾ നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണ്. നമ്മൾ ആദ്യം ഡിഫ്യൂഷൻ നോക്കാം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഫ്ലാസ്കില് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഒരു സൈഡിൽ സൊല്യൂഷനും മറ്റേ സൈഡിൽ സോൾവെന്റ് കൊടുത്തു. സൊല്യൂഷൻ അപ്പോൾ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എപ്പോഴും മോളിക്യൂൾസിന്റെ ഷിഫ്റ്റ് ഉണ്ടാവും. അതായത് ഇതിന്റെ ഈ ഭാഗത്തെ കോൺസെൻട്രേഷൻ നമ്മൾ C1 എന്നും ഈ ഭാഗത്തെ കോൺസെൻട്രേഷൻ നമ്മൾ C2 എന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C1 ഗ്രേറ്റർ ദാൻ C2, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ സോൾവെന്റിന്റെ കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണ്. ഈ ഭാഗത്ത് സൊല്യൂട്ട് കൂടുതലും ഈ ഭാഗത്ത് സോൾവെന്റ് കൂടുതലും ആണെങ്കിൽ there's a shift അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതായത് സൊല്യൂട്ട് മോളിക്യൂൾസ് ഇവിടെ നിന്ന് സോൾവെന്റിന്റെ സൈഡിലേക്കും സോൾവെന്റ് മോളിക്യൂൾസ് ഇവിടെ നിന്ന് സൊല്യൂട്ടിന്റെ സൈഡിലേക്കും ഒരു ഇക്വിലിബ്രിയം എത്തുന്ന വരെ ട്രാൻസ്പോർട്ട് ഉണ്ടാവും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി ഓസ്മോസിസ് എന്താന്ന് പറയാം. അതായത് ഡിഫ്യൂഷനും വേറെ ഓസ്മോസിസും വേറെ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എത്തുന്ന വരെ സൊല്യൂട്ട് കൂടുതലുള്ളിടത്തുനിന്ന് സോൾവെന്റ് കുറവുള്ള സോൾവെന്റിന്റെ അടുത്തേക്ക് പോകും, സോൾവെന്റ് കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ള സൊല്യൂട്ടിന്റെ അടുത്തേക്ക് വരും. ഇനി നമ്മുടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ രണ്ട് സൈഡിലും വെക്കുകയാണെങ്കിൽ ഡിഫ്യൂഷനിൽ രണ്ടും സൊല്യൂട്ടിന് അങ്ങോട്ട് പോവാം, സോൾവെന്റിന് ഇങ്ങോട്ടും പോവാം. ഓസ്മോസിസിൽ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ പാസേജ് നടക്കില്ല. അതായത് പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഓസ്മോസിസിൽ നമ്മളൊരു സെമി പെർമിയബിൾ ഒരു നെറ്റ് പോലത്തെ ഒരു ചെറിയ നമ്മുടെ മുട്ടയുടെ ഉള്ളിലുള്ള മുട്ടത്തൊണ്ട് എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്. അല്ല, അതിന്റെ ഉള്ളിലത്തെ സാധനമാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ, സോറി, ഒരു വൈറ്റ് പാട പോലത്തെ സാധനം. അപ്പോൾ അത് ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം നടുക്കിൽ വെക്കുമ്പോൾ സൊല്യൂട്ട് മോളിക്യൂൾസും സോൾവെന്റ് മോളിക്യൂൾസും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. സൊല്യൂട്ടിന് നോർമലി സൈസ് കൂടുതലായിരിക്കും, സോൾവെന്റ് കുറച്ചും കൂടിയും ഫ്രീക്വന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിന് പാസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇത്രയും, സൊല്യൂട്ട് ഉള്ള സൈഡ് ഇത്രയും, സോൾവെന്റ് ഉള്ള സൈഡ് ഇത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ഫ്രം എ സോൾവെന്റ് മോളിക്യൂൾസ് ഈ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂട്ടിന്റെ സൈഡിലേക്ക് പോരും. അതിനെയാണ് പറയാ ഓസ്മോസിസ് എന്ന്. ഇത് നോക്ക്, ഇത് ബിഫോർ ഓസ്മോസിസ്. ബിഫോർ ഓസ്മോസിസ് സോൾവെന്റ് കൂടുതലും സൊല്യൂട്ട് കുറവാണ്. ആഫ്റ്റർ ഓസ്മോസിസ്, അയ്യോ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഓസ്മോസിസ് എന്തുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് വെള്ളം മുഴുവൻ സൊല്യൂട്ടിന്റെ സൈഡിലേക്ക് വന്നിട്ട് ഈ സൈഡിൽ കൂടുതലും ഈ സൈഡിൽ കുറവാകും. ഇതിനെയാണ് പറയാ ഓസ്മോസിസ്. അതായത് ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന്. ഇനി നമ്മൾ ഈ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള സൊല്യൂട്ടിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിസ്റ്റൺ ആണ്. അപ്പോ നമ്മൾ ഒരു പ്രഷർ കൊടുത്തിട്ട് ഈ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ സോൾവെന്റ് മോളിക്യൂൾസിന്റെ വരവ് നിൽക്കും. ആ പ്രഷറിന്റെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. Pressure applied to prevent the flow of solvent molecules from a region of higher concentration to lower concentration. അതായത് സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എക്സർട്ട് ചെയ്യേണ്ട പ്രഷറിന്റെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ പൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. അതായത് മൊളാരിറ്റി ക്യാപിറ്റൽ എം ആണ്. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതായത് നമ്പർ ഓഫ് മോൾസിന്റെ
കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുന്നതും കുറയുന്നതിനനുസരിച്ച് കുറയുന്നതുമായ പ്രോപ്പർട്ടീസ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എത്ര അധികം മോളിക്യൂൾസ് വരുന്നോ അത്ര മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് മൊളാരിറ്റി എന്ന് പറയുന്നത് N/M ആണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് N. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസിലത്തെ നമ്പർ ഓഫ് മോൾസ് എത്ര കൂടണോ, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയും കൂടണോ അത്രയും ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഈ മൊളാരിറ്റീനെ നമുക്ക് മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് കേട്ടോ. സോറി, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഇതല്ലേ മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് ഈ N/V. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയത്തിനെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാം. ഇത് മാറ്റാം. അതായത് പൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊളാരിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രഷർ, നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൊളാരിറ്റി എന്ന് പറയുന്നത് N/V ആണ്. അതിനെ നമ്മൾ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്തു, പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി. ഇനി നമ്മൾ ഇതിനെ ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ PV = nRT പഠിച്ചിട്ടില്ലേ? PV = പ്രഷറിന്റെ ഗ്യാസ് അല്ല പ്രഷറിന്റെ ലോ. അതില് P = N/V × RT ആണെന്നറിയില്ലേ? അതായത് ഈ വോള്യത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ P = N/V × RT എന്ന് കിട്ടി. അപ്പൊ ഈ പൈ എന്ന് പറയുന്നത് എന്താ? ഇത് ഓസ്മോട്ടിക് പ്രഷറാണ്, ഇതൊരു പ്രഷറാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C എന്ന് കിട്ടി. ഈ N/V എന്ന് പറയുന്നത് എന്താ? C ആണ്. അതായത് ഇവിടെ P = CRT എന്ന് കിട്ടി. അതായത് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ പൈന്റെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് അവിടെ CRT എന്ന് എഴുതി. ഇത് നമുക്ക് എവിടുന്ന കിട്ടിയ ഐഡിയൽ ഗ്യാസ് ലോ PV = nRT. ഇതാണ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഡിഫ്യൂഷൻ. ഇനി നമുക്ക് 3 ടൈപ്പ്. ഇനി ഒരു കാര്യം എന്ന് പറയുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മള് സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ ഹയർ കോൺസെൻട്രേഷൻ, സൊല്യൂട്ടിന്റെ അടുത്തേക്ക് വരുന്ന സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ തടയാൻ വേണ്ടിയിട്ട് സൊല്യൂഷന്റെ സൈഡിൽ നമ്മളൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. പക്ഷേ നമ്മളൊരു എക്സസ് ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യാൻ വിചാരിക്കുക. അതായത് നമ്മുടെ സൊല്യൂഷന്റെ സൈഡില് എക്സസ് ഓസ്മോട്ടിക്, അതായത് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സേർട്ട് ചെയ്യും, ഈ വരവ് തടയാൻ വേണ്ടി നമ്മളൊരു നോർമലി എക്സേർട്ട് ചെയ്യുന്ന എക്സ്ട്രാ പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി സപ്പോസ് നമ്മള് ഇവിടെ ഭയങ്കര, അതായത് നമ്മൾ നോർമലി വെറുതെ നമ്മളൊരു ഫിക്സഡ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ അവിടെ നിന്ന് വരവ് നിൽക്കും. ഇനി നമ്മൾ ഈ ഫിക്സഡ് പ്രഷറിനേക്കാളും നല്ലോണം എക്സ്ട്രാ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊല്യൂഷനില് ഉള്ള വെള്ളം കൂടി പ്രഷർ കൂടുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു സാധനം ഞെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ട് പുറത്തേക്ക് വരില്ലേ? അതായത് നമ്മളിപ്പോ ഒരു തുണി വെള്ളത്തിൽ മുക്കിയാൽ വെള്ളം തുണിയിലേക്ക് കയറും. അതായത് റീജിയൺ ഓഫ് ഹയർ, വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറവുള്ള തുണിയുടെ നമ്മൾ ഇടുന്ന തുണി മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ നമ്മള് ഒരു പ്രഷർ, നമ്മളിങ്ങനെ അമ്മയ്ക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അത്രയധികമായിട്ട് വെള്ളം അതിൽ കയറില്ല. സപ്പോസ് നമ്മൾ ആ തുണി പുറത്തേക്ക് എടുത്തിട്ട് പിഴിഞ്ഞ എന്താ ഉണ്ടാവുക? ഈ നമ്മുടെ മെറ്റീരിയലിലുള്ള ഈ കോൺസെൻട്രേഷൻ കൂടുതലുള്ള അതിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ് ഒക്കെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മളിവിടെ എക്സ്ട്രാ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് അപ്പുറത്തേക്കും, അതായത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും കൂടി അപ്പുറത്തേക്ക് പോകും. ഇതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്.
എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഗൂഗിൾ മീറ്റിലാണ് ഞാൻ ക്ലാസ് എടുക്കാറ്, പിന്നെയും പറഞ്ഞു. എല്ലാവരും വീഡിയോ ഒക്കെ കാണാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് പോരെങ്കിൽ നിങ്ങൾ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ നൈസ്ലി അവൈലബിൾ ആണ്, അതൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഓസ്മോസിസ് പഠിച്ചു. റിവേഴ്സ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡീസൈലിനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ. അതായത് സീ വാട്ടർ, നമ്മുടെ കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം അല്ലേ, അതിൽ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് നടത്തുകയാണെങ്കിൽ ഈ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്ന പ്രഷർ കുറവുള്ള സോൾവെന്റ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഉപ്പിന് മിക്സ് ആകുമ്പോഴാണ് ഉപ്പുവെള്ളം ആവുന്നത്. ഇനി ഈ ഉപ്പുവെള്ളത്തിന് നമ്മൾ എക്സ്ട്രാ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സോൾവെന്റ് നമ്മുടെ പ്യുവർ വാട്ടർ, ഉപ്പില്ലാത്ത അതിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് ഉപ്പില്ലാത്ത പ്യുവർ വെള്ളം കിട്ടും. ഇനി 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ്. ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ലാസ്റ്റ് ഹൈപ്പർട്ടോണിക്. ഓക്കെ, അപ്പോൾ 2 സൊല്യൂഷൻസിന്റെ നമ്മൾ 2 സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ 𝜋1 𝜋2 എടുത്തു. രണ്ടിന്റെ ഓസ്മോട്ടിക് പ്രഷർ ഒരേപോലെ ആണെങ്കിൽ അതിനെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഒരു സൊല്യൂഷനിൽ ഓസ്മോട്ടിക് പ്രഷർ കുറവും വേറെയിലും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലും ആണെങ്കിൽ കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളിടത്തേക്ക് വരും. അതായത് ഓസ്മോട്ടിക് പ്രഷർ 𝜋 കുറവുള്ള സൊല്യൂഷൻസിനെയാണ് പറയാ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന്. ഇനി ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷൻസിനെ നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയും. ഹൈപ്പോട്ടോണിക് സൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട അല്ലെങ്കിൽ വേണ്ട, അത് എക്സാമ്പിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടാവും, കുറച്ച് നേരം എടുക്കും, വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ട് പറയണില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മറ്റേ ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. കഴിഞ്ഞില്ലേ? ഓസ്മോസിസ് പറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു, ഡിഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു, നമ്മൾ ഡിഫൈൻ ചെയ്തു, റിവേഴ്സ് ഓസ്മോസിസ് എന്താന്ന് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു, ഫോർമുല പറഞ്ഞു, ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ, അബ്നോർമൽ മോളിക്യുലർ മാസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.